ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് ലിബ്രെ ഓഫീസ് റൈറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം google.com എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോകുന്നു. സൈറ്റിൽ പോയതിന് ശേഷം അവിടെ നമുക്ക് ലിബ്രെ ഓഫീസ് റൈറ്റർ എന്ന ഡൗൺലോഡ് എന്ന് പറഞ്ഞ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോഴത്തേന് സെർച്ച് റിസൾട്ട് വരും. അപ്പോൾ അതിൽ ആദ്യമായിട്ട് LibreOffice.org എന്ന് പറയുന്ന സൈറ്റിൻ്റെ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ ആയിരിക്കും ലിങ്കായിട്ട് വന്ന് കിടക്കുന്നത്. അപ്പോൾ അതെടുക്കുക. അപ്പോഴത്തേനും ലിബ്രെ ഓഫീസ് റൈറ്ററിൻ്റെ അതായത് ലിബ്രെ ഓഫീസിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. ആ വെബ്സൈറ്റിൽ നമുക്ക് ആ 7.0 എന്ന് പറയുന്ന ആ വേർഷൻ നമുക്ക് കാണാം. അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അതിനനുസരിച്ചുള്ള ഇത് സെലക്ട് ചെയ്യണം. ലിനക്സ് ആണോ, മാക് ആണോ, വിൻഡോസ് ആണോ. അപ്പോൾ അതിൽ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് കുറച്ച് സമയമെടുക്കും അത് ഡൗൺലോഡായി വരാൻ വേണ്ടിയിട്ട്. അപ്പം ഡൗൺലോഡായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്തായിരിക്കും അത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ആ ഫോൾഡറിലേക്ക് പോയി നോക്കുക. അപ്പോൾ ലിബ്രെ ഓഫീസ് റൈറ്ററിൻ്റെ ആ ഒരു ഫയൽ കാണാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്കത് അതിൻ്റെ സെറ്റപ്പ് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് ഓപ്പണായി വരും. ഓക്കെ, അത് സിസ്റ്റത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് വ്യത്യാസം വരും. സോ അപ്പോൾ അത് ഇങ്ങനെ ഓപ്പണായി വന്നിട്ട് അതിൻ്റെ ഒരു വിസാർഡ് വരും. ആ വിസാർഡ് വരുന്ന സമയത്ത് അതിനകത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ടിപ്പിക്കൽ ഓർ കസ്റ്റം എന്നുള്ള ഒരു ഇൻസ്റ്റലേഷൻ ഇത് വരും. അപ്പോൾ അതിൽ ടിപ്പിക്കൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യണോ വേണ്ടതെന്ന് ചോദിക്കും. അത് ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് കുറച്ച് സമയമെടുക്കും. ഇതിലിപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ട് ഓടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിൽ പെട്ടെന്ന് ഇൻസ്റ്റലേഷൻ കാണിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് സമയമെടുക്കും, നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പം ഇൻസ്റ്റലേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേനും നമുക്കവിടെ ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ആക്ടിവേറ്റ് ആയി വരും. ഓക്കെ, അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റലേഷൻ അതിനകത്ത് കുറേ ഫയൽസ് കോപ്പി ചെയ്യാനും എക്സ്ട്രാക്ട് ചെയ്യാനും അങ്ങനെ കുറേ പ്രോസസ്സുകൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് നമ്മുടെ ഇത് വരത്തുള്ളൂ. അത് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇപ്പോഴും ഇൻസ്റ്റലേഷൻ നടക്കുന്നതേ ഉള്ളൂ, അപ്ലോഡിംഗ് ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് ഫിനിഷ് ബട്ടൺ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ വിസാർഡ് ക്ലോസ് ആവും. ക്ലോസ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പം ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയെന്നാണ് വിസാർഡ് ക്ലോസ് ആകുമ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലിബ്രെ ഓഫീസിൻ്റെ ഒരു ഷോർട്ട് കട്ട് കാണാം. അപ്പോൾ ആ ഷോർട്ട് കട്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിബ്രെ ഓഫീസിൻ്റെ ഒരു വിൻഡോ ഓപ്പണാക്കി വരും. അതിനകത്ത് നമുക്കിപ്പോൾ ലിബ്രെ ഓഫീസ് മൊത്തം ഒരു സ്യൂട്ടായിട്ടാണ് ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്കിപ്പം പല ഇതുണ്ടല്ലോ, അതായത് റൈറ്റർ വേണോ, അല്ലെങ്കിൽ കാൽക്ക് വേണോ, സ്പ്രെഡ്ഷീറ്റ് വേണോ, PPTക്ക് പകരമായിട്ട് നമ്മൾ ഇംപ്രസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാണോ നമ്മൾ ഓപ്പൺ ആക്കുന്നത് അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും നമുക്ക് ഓപ്പണാക്കി കിട്ടുന്നത്. എന്നിട്ട് അതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നിങ്ങൾക്ക് ലിബ്രെ ഓഫീസാണ് വേണ്ടതെങ്കിൽ ലിബ്രെ ഓഫീസ് റൈറ്റർ എന്നുള്ള ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ ആയിട്ട് ഓപ്പണാക്കി ലിബ്രെ ഓഫീസ് റൈറ്റർ ഓപ്പണായി വരും. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലെറ്ററും കാര്യങ്ങളുമൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്ന് തന്നിരിക്കുന്ന എക്സസൈസൊക്കെ അതിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാനത് കമൻറ്റ് വഴി തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സോ ബൈ ഫോർ നൗ, ടേക്ക് കെയർ, ബൈ.